എന്താ ഒന്നും ബാക്കിയില്ലല്ലോ. ഇവിടെ ഇരിക്കേ. ഈ ഡ്രസ്സിൽ നീ വളരെ സുന്ദരിയാണെന്ന് അറിയോ എനക്ക്? എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഏയ് കം ഓൺ, നീ കിടക്ക്. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്തു പറ്റി ചേട്ടാ? എനിക്ക് 1 മാസം മുമ്പാണ് ബ്രേക്കപ്പ് ആയത്. ഈ കല്യാണം കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ കയ്യിൽ നീ സ്നേഹവും കരുതലൊന്നും പ്രതീക്ഷിക്കുക വേണ്ട. ഞാൻ നിനക്കൊരു വേറൊരു കെട്ടിയോനാ. നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നടത്തിത്തരും. കെട്ടിയോളായി പോയില്ലേ, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. മനസ്സിലായോ? നീ പോയി ആ റൂമിൽ പോയി കിടന്നോ, പൊക്കോ. എന്താ എന്റെ ജീവിതം അവസാനം ഇങ്ങനെ ആയി പോയത്? ഹായ്ഡാ, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ താരൂർ ജോലിക്ക് വേണ്ടി വന്നതാണ്. ശരി, കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ശരി, വാ പോകാം. നിന്റെ മനസ്സിൽ മധുവിനെ വിചാരിച്ചുകൊണ്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് കഷ്ടപ്പെടുത്തുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഞങ്ങളുടെ വീട്ടുകാരോട് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ലടാ. എനിക്ക് എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചില്ലേ? അവളെ നല്ലോണം നോക്കിക്കോന്നേ. ഒരു ഹസ്ബൻഡായിട്ട് മാത്രമേ എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റൂ. എന്ന് വെച്ചാ നിന്നോട് എങ്ങനെ പറയുന്നത്? എന്നെ മധുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാ. അത് നിന്റെ ഇഷ്ടം. എന്തെങ്കിലും അയക്കും. സാർ, സുനിൽ എന്ന് പറഞ്ഞ ആൾ നിങ്ങളല്ലേ? അതെ, ഞാനാ. ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? തരും. ഒരു മിനിറ്റ്. ഓക്കെ സാർ. താങ്ക് യു. എനിക്കെന്താണ് പറ്റിയത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ബെഡ്റൂമിൽ നന്നായിരിക്കുന്നു, പക്ഷേ പുറത്തെന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തെ എങ്ങനെ മാറ്റാനാ? എന്ത് ചെയ്താൽ ഇദ്ദേഹം മാറും? ദൈവമേ, എന്റെ ജീവിതം നീ വേണം രക്ഷിക്കാൻ. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് പോലെ മാറ്റേണ്ട ഭഗവാനെ. ഹലോ. ഹലോ, അമ്മേ, പറയൂ അമ്മേ. നീ എന്താ ഇങ്ങനെ ഡല്ലായി സംസാരിക്കുന്നത്? അതെല്ലാം ഒന്നുമില്ല അമ്മേ, പറയൂ. ഞാൻ മുമ്പ് തന്നെ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? കല്യാണത്തിന് മുമ്പ് പലരും പല വിധത്തിലായിരിക്കും. ആരും മുഖം നോക്കി ഒന്നും പറയില്ല. എന്നാൽ അങ്ങേര് പറഞ്ഞു, അത്ര തന്നെ. ഇതുപോലെ കല്യാണത്തിന് മുമ്പ് പലർക്കും പലതും ഉണ്ടാവും. നീ അതൊന്നും കാര്യാക്കണ്ട. അതല്ല അമ്മേ, രാത്രി അദ്ദേഹം അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞില്ലേ മോളെ, അതൊന്നും കാര്യാക്കണ്ടെന്നേ. നീ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചാ മതി. സ്നേഹത്തോടെ ഇരിക്കേ. സൂക്ഷിക്കണേ മോളെ. ശരി അമ്മേ.
അദ്ദേഹം വന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നീട് വിളിക്കാം. ബായ് അമ്മേ. ജാതകം അങ്ങോട്ട് തുറക്കടി. എന്താ ഇത്? പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാം. വരൂ, ഇരിക്കൂ. എല്ലാം എന്റെ തലയെടുത്ത്. എന്താടി? ഒന്നുമില്ല ചേട്ടാ. പറയുന്നേ, ഞാൻ വരുന്നതിന് മുമ്പ് നീ ആരുടെ അടി ഫോൺ സംസാരിച്ചോണ്ടിരുന്നേ? അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്തിന്? വെറുതെ. ഇവിടെ നടക്കുന്നതെല്ലാം നീ പറയുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. മേഡം, നിങ്ങൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. നീ അപ്പൊ ഇങ്ങനെയാണ് കല്യാണം കഴിച്ചത്? ആരാ അദ്ദേഹം? ഡെലിവറി ബോയിയാണ്. വേഗം അയച്ചിട്ട് പറഞ്ഞേക്കേ. ആ ഹലോ. അമ്മേ. എന്തു പറ്റിയടി? ഒന്നുമില്ലമ്മേ. 2 വട്ടം ചെക്ക് ചെയ്തു, പോസിറ്റീവ് ആണെന്ന് വന്നു. നിന്റെ ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞോ? അദ്ദേഹത്തോട് ഇതുവരെ പറഞ്ഞില്ലമ്മേ. നീ ആദ്യം പോയി അങ്ങേരോട് പറ. ശരി അമ്മേ. ശരി, ഞാൻ ഫോൺ വെക്കട്ടെ. ബൈ. ബൈ. ചേട്ടാ, 1 മിനിറ്റ്. എന്താടി? താഴെ പച്ചക്കറി കടയുണ്ട്, എന്താന്ന് വെച്ചോ മേടിച്ചോ. ഇദ്ദേഹം എപ്പോഴെന്നെ മനസ്സിലാക്കും? ഇദ്ദേഹം പറഞ്ഞാൽ ഞാൻ അനുസരിച്ചല്ലേ പറ്റൂ. ഞാൻ എങ്ങനെയാടാ മറക്കാൻ പറ്റുന്നേ? ഞാൻ അവളെ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചല്ലടാ. എന്നിട്ടും അവൾ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? എടാ, മധുവിന് നിന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിലേ അവൾക്ക് വിഷമം ഉണ്ടാവുമല്ലോ. നിന്റെ കൂടെ ആദ്യം ടൈം പാസ് ചെയ്തു, ഇപ്പൊ ഒരു വലിയ കാശുകാരൻ കിട്ടിയപ്പോൾ അവൻ്റെ കൂടെ പോയി. ഇപ്പൊ അവള് ഹാപ്പി അല്ലേ? നീയാണ് പ്രാന്തനെ പോലെ അവളെയും വിചാരിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. ഇനിയെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്ന ഭാര്യ നല്ല നോക്കിക്കോ. നിന്നെ മനസ്സിലാക്കുന്ന ഭാര്യ കിട്ടിയിട്ടുണ്ട്, അത് നിന്റെ ഭാഗ്യാണ്. ചെല്ലളിയാ, ചെല്ല്. ശരിടാ, ഞാൻ പോവാ. സത്യ, എന്ത് പറ്റി? നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ എനിക്ക് സങ്കടം വരുന്നു. നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ? ചോദിക്കുക. നാളെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ? എന്ത് പറ്റി നിനക്ക്? എന്താ നിന്റെ പ്രശ്നം? പറ. കുറച്ച് ദിവസമായി വൊമിറ്റിംഗ് വന്നോണ്ടിരിക്കുക. എന്തെങ്കിലും പുളിപ്പായിട്ട് കഴിക്കണം പോലെ തോന്നുന്നു. ഞാൻ എങ്ങനെ പോയി വാങ്ങാനാ?
ഞാൻ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ തനിച്ചു പോകാനാ? അതുകൊണ്ടാ നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റുമോന്ന് ചോദിച്ചേ. അത് പിന്നെ നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാൻ വൈകി സത്യ. സോറി സത്യ. ഇനി ഞാൻ നിന്നെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല.